പൂരം കലക്കൽ കലങ്ങി മറിയുന്നു. വിവാദങ്ങൾ പുതിയ തലങ്ങളിലേക്ക്. പൂരത്തിൽ വരാഹി അനലിസ്റ്റിക്സിന്റെ റോൾ എന്താ? തൃശൂർ പൂരം അലങ്കോലമാക്കിയത് നാളിതുവരെ കേരളം കാണാത്ത അട്ടിമറിയാണെന്ന ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ BJPയും RSSുമാണെന്ന CPI നേതാവ് VS സുനിൽകുമാറിന്റെ ആക്ഷേപത്തിന് ബലമേകുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. RSSന്റെയും BJPയുടെയും തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അനലിസ്റ്റിക് സ്ട്രാറ്റജിക്ക് ഏജൻസിയായ വരാഹിയാണ് പൂരം കലക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞതെന്നാണ് ഉയർന്നുവരുന്ന ആരോപണം. പൂരം കലങ്ങുമെന്ന അവസ്ഥയായപ്പോൾ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ മധ്യസ്ഥ ശ്രമത്തിനുള്ള നായകനായി അവിടെ അവതരിപ്പിച്ചത് വരാഹിയുടെ തൃശൂർ കോർഡിനേറ്റർ അഭിജിത്ത് നായരാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി K രാജനും LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറും അടക്കമുള്ളവർ വാഹനം കടത്തിവിടാത്തതിനാൽ നടന്നാണ് സ്ഥലത്തെത്തിയത്. ഈ സമയത്താണ് സേവാഭാരതി ആംബുലൻസിൽ സുരേഷ് ഗോപിയുടെ വരവ്. പൂരം അലങ്കോലമാക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്ന് അന്ന് ആദ്യം ആരോപണം ഉന്നയിച്ചതും സുരേഷ് ഗോപി തന്നെയാണ്. എന്നാൽ പൂരം ബോധപൂർവം കലക്കുകയും പ്രശ്നം പരിഹരിച്ചതിന്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് നൽകുകയും ചെയ്യാനുള്ള ശ്രമമാണുണ്ടായതെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരൻ അടക്കമുള്ളവർ ആരോപിച്ചിരുന്നു. സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപിയെ എത്തിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. എന്നാൽ സുരേഷ് ഗോപിക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതിന് വ്യക്തതയില്ല. തന്നെ ഒരു PA ഫോണിൽ വിളിച്ചാണ് കാര്യം പറഞ്ഞതെന്നാണ് സുരേഷ് ഗോപി അന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നത്. ആ PA അഭിജിത്ത് നായരാണെന്നും അതുകൊണ്ടാണ് അഭിജിത്തിനും വരാഹിക്കും പൂരം കലക്കലുമായി ബന്ധമുണ്ടെന്ന ആക്ഷേപം ശക്തമായി ഉയർന്നതെന്നുമാണ് ആരോപണം. RSSന്റെ വിശേഷ സമ്പർക്ക് കാര്യവാഹ് A ജയകുമാർ വരാഹിയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്. ഈ ജയകുമാറാണ് ADGP MR അജിത് കുമാറിനെ RSS സഹകാര്യവാഹ് ദത്താത്രേയ ഹൊസാമ്പിളയുടെ അടുത്തേക്ക് കൊണ്ടുപോയതെന്നാണ് പുറത്തുവരുന്ന വിവരം. മാത്രമല്ല, തൃശൂർ പൂരം നടക്കുന്ന ദിവസങ്ങളിൽ ജയകുമാറും ADGP MR അജിത് കുമാറും സ്ഥലത്തുണ്ടായിരുന്നു. വരാഹിക്കു വേണ്ടിയാണോ ജയകുമാർ ADGPയെ കണ്ടതെന്ന സംശയവും ഉയർന്നു വരുന്നുണ്ട്. ദത്താത്രേയ ഹൊസാമ്പിളയെയോ രാം മാധവിനെയോ ADGP സന്ദർശിച്ചതിനേക്കാൾ നിർണായകമായത് ജയകുമാറുമായുള്ള കൂടിക്കാഴ്ചകളാണ്. പൂരം സമയത്ത് ഇരുവരും പലതവണ കൂടിക്കാഴ്ച നടത്തിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുമുണ്ട്. ഇതെല്ലാം അറിയാവുന്നത് കൊണ്ടാകാം സർക്കാർ ജയകുമാറിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. RSSനെ സംബന്ധിച്ച് ഇത് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം സാധാരണ അവർ വിവാദങ്ങൾക്ക് ഇട നൽകാറില്ല. എന്നാൽ ഹൊസാമ്പിളയെ വിവാദത്തിലേക്ക് തള്ളിവിട്ടതിൽ RSS നേതൃത്വത്തിന് വലിയ അതൃപ്തിയാണ് ഉണ്ടായിരിക്കുന്നത്. സുരേഷ് ഗോപി ആംബുലൻസിൽ എത്തിയത് തന്നെ ദുരൂഹമാണ്. ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് VS സുനിൽകുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. MR അജിത് കുമാർ ഇടപെട്ട് പൂരം കലക്കിയതാണെന്ന ആരോപണം വളരെ ശക്തമാണ്. എന്നാൽ ഇത് സംബന്ധിച്ച അന്വേഷണം ADGP തന്നെ നടത്തി പൂരം കലങ്ങിയത് ആസൂത്രണമായല്ലെന്ന റിപ്പോർട്ടുകളാണ് നൽകിയത്. ഇതിനെതിരെ CPI മുഖപത്രം ജനയുഗം ശക്തമായ വിമർശനം നടത്തിയിരുന്നു. ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ തൃശൂരിൽ നിന്നുള്ള മന്ത്രി കൂടിയായ K രാജൻ വിഷയം ഉന്നയിച്ചു ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. CPI വിഷയത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ADGPയുടെ തൊപ്പി തെറിപ്പിക്കാതെ അടങ്ങില്ലെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. തുടരന്വേഷണ സാധ്യത മുഖ്യമന്ത്രിയും സൂചിപ്പിച്ചു കഴിഞ്ഞു. RSSനും BJPക്കും എതിരായ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ അത് സുരേഷ് ഗോപിക്കും BJPക്കും വലിയ തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ജനകീയ വിഷയങ്ങളിൽ ഇടപെടാതെ അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുക്കാനുള്ള നീക്കം നടത്തിയാൽ കേരള ജനത അതിനെ തിരസ്കരിക്കും. അതാണ് ചരിത്രം. എന്നാൽ RSS നേതാവിനെ ADGP കണ്ടത് ഇടതുപക്ഷത്തെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകനും അണികളും ഇതിനെതിരെ അമർഷത്തിലാണ്. ഇതെല്ലാം കൂടി കണക്കിലെടുത്താണ് സർക്കാരിന് വൈകിയാണെങ്കിലും അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നത്. ADGPയാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത്. എന്നാൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല, അന്വേഷണം എന്തുകൊണ്ട് വൈകിക്കുന്നു എന്നതും പ്രസക്തമായ ചോദ്യമാണ്. നിലവിൽ 4 അന്വേഷണമാണ് ADGP MR അജിത് കുമാറിനെതിരെ നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം ADGP മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് പോയതെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെയും മകന്റെയും അഴിമതികൾ മൂടിവെക്കുന്നതിനാണ് RSS നേതാക്കളെ ADGP കണ്ടതെന്ന ആരോപണമാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ ഉയർത്തുന്നത്. രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുമെന്ന് CPMന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് കണ്ട ശേഷം അദ്ദേഹത്തിനെതിരെ അന്വേഷണം വേണമെന്ന കവറിംഗ് ലെറ്ററോടെയാണ് DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത്. അക്കാര്യം മുഖ്യമന്ത്രി അറിയിച്ചിട്ടും CPI തൃപ്തരല്ല. ശക്തമായ നടപടി വേണമെന്നാണ് റവന്യൂ മന്ത്രി ക്യാബിനറ്റിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണ ഇത്തരത്തിലൊരു സംഭവം മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകാറില്ല. CPIയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് റവന്യൂ മന്ത്രി വിഷയം അവതരിപ്പിച്ചത്.
മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ADGP RSS നേതാക്കളെ കണ്ടതെന്ന ആരോപണം ശക്തമായതിനാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് അദ്ദേഹത്തിന്റെയും CPMന്റെയും ആവശ്യമാണ്. അതിനൊപ്പം പൂരം കലക്കലിൽ RSSന് പങ്കുണ്ടുവെന്ന കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. മലയാളികൾ തങ്ങളുടെ ഹൃദയത്തിലേറ്റിട്ടുള്ള തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തി ഒരു സമുദായത്തിന്റെ വിശ്വാസം വ്രണപ്പെടുത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിച്ചവർ ആരായാലും അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ വേണം.